സമയം പുലർച്ചെ 4:15 കേട്ടോ. ഈ 4:15 നമ്മൾ എണീറ്റ് ഒരു 4:45 കൂടി നമ്മൾ വീട്ടുകാർക്ക് ടാറ്റർ കൊടുത്തുകൊണ്ട് യാത്ര തിരിച്ചു കേട്ടോ വീട്ടിൽ നിന്ന്. മോർണിങ്ങിലുള്ള യാത്ര എന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബുള്ളൊരു യാത്ര തന്നെയാണ് കേട്ടോ. ഒരു എന്താന്ന് പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഒരാൾപാടുണ്ട് കേട്ടോ. അവന് ഇപ്പം കയറിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ കയറിക്കാണ്ട് ഞങ്ങൾ പമ്പിലെത്തിയിട്ട് കയ്യിലുള്ള സ്റ്റിക്ക് കണ്ടറിയാം എപ്പം നമ്മൾ യാത്ര കൊടുക്കണമെന്ന്. അത് തന്നെയാണ് ചൂണ്ടലിടാൻ തന്നെയാണ് നമ്മൾ പോകണം കേട്ടോ. രാവിലെയുള്ളൊരു പോക്കാണത്, കുറച്ച് ലോങ് പോകണം. ഏതായാലും സുബൈക്ക് ബാങ്ക് കൊടുത്ത് ഞങ്ങളൊരു പള്ളി കണ്ടപ്പോൾ പള്ളിക്കത് കയറിയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി ഒരു ചായയും കുടിച്ചുകൊണ്ട് പോകാമെന്ന് എഴുതിക്കാണ്ടേ അവിടെ നിന്ന് കയറി ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. നേരം പരപരാ വെളുക്കണുള്ളൂ. എങ്കിലും യാത്ര വളരെ ഹാപ്പിയാട്ടോ. വളരെ രസമുള്ള യാത്രയാണ്. മോർണിങ്ങിലുള്ള യാത്ര എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ ഹാപ്പിനെസ് കേട്ടോ. മനസ്സിക്ക് വളരെ ഹാപ്പിയാണ്. ഏതായാലും ഞങ്ങൾ ലക്ഷ്യസ്ഥലത്തേക്ക് എത്താൻ നേരത്തെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിക്കാണ്ട് ഞങ്ങൾക്ക് പാർസലൊക്കെ വാങ്ങിയിട്ടോ. ഭക്ഷണം കഴിക്കണമല്ലോ, കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തിന് ഭക്ഷണം കിട്ടില്ല എന്നാണ് നമുക്ക് 100% ഉറപ്പാണ്. ഏതായാലും നേരെ 7 മണി ഇങ്ങനെ ആയിട്ടുള്ള കേട്ടോ നമ്മൾ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിട്ട്. നമ്മളിത് ഫസ്റ്റ് ആയിട്ടാണ് ഈ സ്ഥലം കാണുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ഒരു ലൊക്കേഷൻ കിട്ടിക്കാണ്ട് പോക്കാണിത്. കൂടെ ഉള്ളവന് ലൊക്കേഷൻ ആരാ വിട്ടുകൊടുത്ത് ആ ലൊക്കേഷൻ നോക്കിയാണ് പോയതാണ്. 7 മണി അകലോടുകൂടി ഞങ്ങൾ അവിടേക്കാണ് എത്തിയിട്ടോ. കണ്ടപ്പോൾ തന്നെ മനസ്സിക്ക് ഫുൾ ഹാപ്പിനെസ് കേട്ടോ. കാരണം ഇപ്പോൾ നേരെ ഇങ്ങനെ പുലർന്ന സമയത്ത് നമുക്ക് ഈ പാടത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ണിൽ കാണുമ്പോഴേ വളരെ ഹാപ്പിനെസ്സാണ് കേട്ടോ. വളരെ ഹാപ്പിയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അതിൻ്റെ ഫീലിംഗ് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ചൂണ്ടലും നമ്മളെ മറ്റേ ഇടുന്ന ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. ഈ മോർണിംഗത്തെ കാഴ്ച നമ്മൾ എന്തായാലും സ്റ്റിക്കും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങിയില്ലേ. നാടത്തൊക്കെ നോക്കിയപ്പോഴല്ലേ നിറച്ച ആൾക്കാർ ജനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് കണ്ണെത്താത്ത കടൽ പോലെ പരന്ന് കിടക്കേണ്ട സംഗതി അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ എത്തിയോലുണ്ട് കേട്ടോ. ഈ നമ്മൾ നടന്നിങ്ങനെ പോകുന്നിടത്തോളം നമുക്ക് അങ്ങോട്ട് കിട്ടുമ്പോൾ ഈ വീഡിയോയിലും കാണുന്നൊന്നുമല്ല. അതൊക്കെ അതിൽ കണ്ണിൽ കാണുമ്പോൾ അതിൻ്റെ ഇതാറുള്ളൂ. ഈ കാണുന്ന സ്ഥലത്താട്ടെ ഈ കണ്ട മീനാളുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. നമുക്കിത് ആദ്യം കണ്ടപ്പോൾ വിശ്വാസമൊന്നും ആയിട്ടാ. പിന്നെല്ലാം ഓരോന്ന് മൂക്കെടുത്ത് പോകണമെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായി സാധനത്തിലുണ്ടെന്ന് കേട്ടോ. ഇത് ഇവിടെയുള്ള ആൾക്കാർ പിടിക്കുന്ന സംഗതിയാണ് കേട്ടോ. ഇതൊരു മീൻ കണിയാണ്. ഇത് ഈ ചാലിലൊക്കെ ഇറക്കി വെച്ച് കണ്ട് ഓല് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ട് അവിടുത്തെ ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ട്. അതിമനോഹരൊരു കാഴ്ച ഉണ്ട്. ഈ ചാലിൽ കൂടെയൊക്കെ പോകാനൊരു തോണി. ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്താണെന്ന് ആലോചിച്ച് പോയി കേട്ടോ. ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഫുൾ ഹാപ്പിനെസ് മാറിയ കാര്യം നമുക്ക് തോന്നും. പക്ഷേ അവിടുത്തെ ഇതുപോലെ സംഭവമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മളവിടെ വന്നവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഒക്കെ ഒരു 10-60 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നോല കേട്ടോ. കിട്ടുന്നുണ്ട് കേട്ടോ, മീൻ കിട്ടുന്നുണ്ട്. അവിടെ പല ആൾക്കാർ കിട്ടുന്നുണ്ട്. ഞങ്ങൾ എറിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങൾക്ക് കിട്ടിയട്ടോ. 1-2 കിട്ടിയപ്പോൾ ഞമ്മക്ക് റങ്കായില്ല സംഗതി. മീൻ കിട്ടൽ തുടങ്ങിയേ. ഈ കണ്ട സ്ഥലത്തേക്ക് നമ്മൾ വന്നിക്കാണ്ട് മീനും പിടിക്കുമ്പോൾ നമ്മൾ ഹാപ്പി തന്നെയാണ്. ഫുൾ ഹാപ്പിനെസ്സാണ്. പാടെന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ. പെടുത്ത കാറ്റ്, നല്ല വെയിൽ വന്നാൽ ഒരു രക്ഷയില്ല. വെയിൽ കൊള്ളിന് വേണ്ടി വരും. പക്ഷേ എന്താണ് കാറ്റുകൊണ്ട് ഇതൊന്നും അറിയില്ല കേട്ടോ. ആ സമയത്താക്കണം ഇവിടെ ഇങ്ങനെ ആമ്പലുകൾ പൂവും ഇതൊക്കെ നിറച്ചുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കമ്മിയാണ്. കുറച്ച് അപ്പുറത്തേക്ക് ഇതിലും കൂടുതലുണ്ട്. ഈ കാരണം സ്ഥലത്താണ് ഇത് കാണുന്നത്. മീനുകൾ നമ്മൾ കാണും കേട്ടോ. മീനുകളും പൊന്തി പോണതും അതിമനോഹരമായ കാഴ്ച കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ എറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഇത് ശരിക്കും കാണാനാണെന്ന് നേരെ ഇങ്ങനെ വെളുക്കണല്ലോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ എറിഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് വിശന്നപ്പോൾ കൊടുന്ന സാധനം കഴിക്കാതൊക്കെ തന്നെയാണ്. ഞാനും സൗക്കും ആയതല്ല ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി തന്നെയാണ്. പരിപാടിയല്ല, ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ട് ഞങ്ങൾ ആ വെയിലത്തിരുന്ന് കാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ കാറ്റ്, അടിപൊളി കാറ്റുകൊണ്ട് ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഒരു വെയിലിൻ്റെ ഒരു ഫീലേ കിട്ടണില്ല. പിന്നെ നമ്മളെ മുഖത്തൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടായതുകൊണ്ട് വെയിലും വേണ്ടത്ര കാണുന്നില്ല. നല്ലൊരു ഫീലാണ്. ഇതൊക്കെ നോക്കിയാലറിയട്ടോ കാറ്റിൻ്റെ ദമ്മ്. ഞാൻ വെറുതെ പറയുന്നില്ല. അതിലേക്ക് ഒരു തോണിയിൽ ഒരാൾ പോകണം. അയാൾ ആ പൂവൊക്കെ പറിച്ചുകൊണ്ട് തോണിക്ക് ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. ഏതായാലും ഞങ്ങൾ 2-3 ആൾക്കാർ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് എല്ലാവരും കുറച്ച് മീനൊക്കെ കിട്ടി. ഏതായാലും ഒരു 10-15 കിലോമീറ്റർ അവിടെ നിന്ന് ഞങ്ങൾ ഓടി കേട്ടോ. ഓടിയതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പുറത്ത് പാടം, ഇപ്പുറത്തൊരു കായലും. അടിപൊളി അതിമനോഹരമായ കാഴ്ചകൾ, ഒന്നും പറയാനില്ല. സ്റ്റിക്കും കൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് എത്തി കേട്ടോ. ഇവിടെ കാണുന്ന കാഴ്ചകളാണെങ്കിലോ മീനാളെ നമ്മളിങ്ങനെ കണ്ണിൽ കാണില്ല. കാണുന്നത് വേറെ, അപ്പുറത്തും ഓരോന്നും വെള്ളം കുടിച്ച് പോണത്. അങ്ങനെ നമുക്ക് ചെല്ലുമ്പോഴത്തേനും മനസ്സിക്ക് ഫുൾ ഹാപ്പി. പിന്നെ നമ്മളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീടുണ്ട്. ഏതായാലും നമ്മൾ അവലൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്തിരുന്നു. അതും ആ വെയിലത്ത് നിന്ന് തിന്നു കേട്ടോ.
വെയിലെന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ തമ്മോണ്ടൊക്കെ വെയിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യാത്ത കൂടെ കൊടുന്ന ഏതായാലും ഒരു വലക്ക് കൊടുന്നതിന് കേട്ടോ. വലക്ക് ഒന്ന് എറിഞ്ഞ് നോക്കി, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അതിൽ കിട്ടിയതാണെങ്കിൽ ചെറിയ ചെറിയ മീനാണ്. അതിന്നിപ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതൊക്കെ പറ്റ ആവശ്യമാവും എന്നുള്ള നമുക്ക് അറിയണോണ്ടേ അത് അതിൽ തന്നെ റിലീസ് ചെയ്തിട്ടോ. അതിനെ കൊണ്ടുവരാനൊന്നും നിന്നില്ല. വ്യാലിയിൽ വീണ്ടും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഓരോ മീനാണ്. കോലാനെന്നാണ് ഇതിനെ നമ്മളവിടെ പറയണത്. ഏതായാലും ഇതിനെ നമ്മൾ കൊണ്ടുവരാൻ നിന്നില്ല കേട്ടോ. ഇതിനൊക്കെ നമ്മൾ അതിൽ തന്നെ ഇട്ടുകാണ്ടേ വലുതായി വാ മീൻ പറഞ്ഞാണ്ട് അതിനായി കിട്ടുക കണ്ടോ. കാറ്റിങ്ങനെ അടിച്ച കായലിങ്ങനെ കാണുമ്പോൾ തന്നെ കുറേ നമ്മൾ അപ്പുറത്ത് പോയി ഇരിക്കും, കുറേ ചൂണ്ടലിട്ടും. എന്താ പറയുക, നമുക്ക് ആ സ്ഥലത്ത് പോയി വെറുതെ അങ്ങനെ ഇരിക്കാൻ തന്നെ തോന്നും. അമ്മാരി അടിപൊളി സ്ഥലം. നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നിക്കോണമെന്ന് നമ്മൾ പറയണില്ല. നമ്മളെ മനസ്സിലെ ഹാപ്പിനെസ് നമ്മൾ ഹാപ്പി. അടിപൊളി റോഡുകൾ ഇങ്ങനെ കാണാം. അതിലൊരു വണ്ടിയൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഫീലാട്ടോ കാണാൻ. ഭയങ്കര അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. അടിപൊളി. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളിട്ടോ. അത് നിങ്ങൾ കൂടുതൽ മറക്കല്ലേ. ഒരു ലൈക്ക് അടിച്ചതിനൊന്നും സംഭവിക്കാനില്ല. അടുത്ത ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിട്ട് നമ്മൾ സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചവിട്ടണം. അതിൻ്റെ ഇടയിലാണ് പിന്നെ നമുക്കൊരു വെള്ളം കുടിക്കാൻ തോന്നിയാണ്ട് ഒരു കാക്കാൻ്റെ പീടിയിൽ നിർത്തിക്കാണ്ട് ഏതായാലും അവിടെ നിന്നൊരു നാരങ്ങ സോഡ ഒക്കെ നാരങ്ങ സോഡ അല്ലല്ലോ, മോര് സോഡനെ കുടിച്ചത് കേട്ടോ. അവിടെ നിന്ന് പോയിക്കണ്ട് പിന്നെയും വീണ്ടും നമ്മൾ യാത്ര തന്നെ കേട്ടോ. യാത്ര ചെയ്ത് പിന്നെ അടുത്ത ലക്ഷ്യസ്ഥലത്തേക്ക് പോവുകയാണ്. ഏതായാലും നമ്മൾ പുറത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് കിട്ടിയ മീനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നവർക്കൊക്കെ കുറച്ച് മീനുകൾ കിട്ടി കേട്ടോ. കിട്ടിയത് വല്ല കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുഴപ്പമൊക്കെ ഇല്ലാത്ത വലുപ്പമുള്ള മീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഹാപ്പി ആയി കേട്ടോ. നമുക്ക് പിടിച്ച ഫീലിംഗ് വേറെയും പിന്നെ ചൂണ്ടിലിട്ട ഫീലിംഗ് വേറെ, യാത്ര ഫീലിംഗ്. ഏതായാലും ഈ കരിമ്പ് ജ്യൂസ് കുടിച്ചതോടുകൂടി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.